അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നല്ല മുറാദുകളും അല്ലാഹു പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അർഹമുർ റഹ്മാനായ റബ്ബ് എല്ലാവരുടെ എല്ലാ നല്ല മുറാദുകളും പെട്ടെന്ന് ഹാസിലാക്കി തരട്ടെ. പ്രയാസങ്ങൾ പറഞ്ഞവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു തആല ദൂരീകരിച്ചു കൊടുക്കട്ടെ. കടത്തിലായി ബുദ്ധിമുട്ടി കഴിയുന്നവരുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള മാർഗം, നമ്മുടെയും കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു പെട്ടെന്ന് നമുക്കൊക്കെ കാണിച്ചു തരട്ടെ. ദാരിദ്ര്യമില്ലാത്ത ഒരു ജീവിതം അല്ലാഹു നമ്മളൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കാൻ ആവശ്യമായ സമ്പത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചെയ്യുന്ന ജോലിയിൽ അല്ലാഹു ഖൈറും ബറക്കത്തും നിലനിർത്തി തരട്ടെ. ജോലി ഇല്ലാത്തവർക്ക് അല്ലാഹു തആല ഖൈറായ ജോലി, അനുയോജ്യമായ ജോലി അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. രോഗികളായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്ന രോഗികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മക്കളെ അല്ലാഹു തആല സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മോശമായ ചിന്തയിലും മോശമായ പ്രവർത്തനങ്ങളിലൂടെയൊക്കെ നടന്നു പോകുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രത്യേകമായ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റിലൂടെയൊക്കെ ഒരുപാട് ആൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിലും സ്വാലിഹാത്തുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞാൽ അനുസരണയുള്ള നല്ല മക്കളാക്കി തരട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മ പെങ്ങന്മാർ, സഹോദര സഹോദരിമാരുണ്ട്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിന് വേണ്ടി കാത്തിരുന്ന് കാണുന്ന ഒരുപാട് ഉമ്മമാർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ രണ്ട് ലോകത്തും ഖൈറിന്റെ വാതാനങ്ങൾ തുറന്നു കൊടുക്കട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ആദ്യമായി നിങ്ങൾ ശ്രദ്ധയിൽ ഉണർത്താനുള്ളത്, ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലുകൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഓൾ എന്ന് അമർത്തി വെക്കുക. എന്നാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ വീഡിയോ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ എല്ലാ ആളുകളും ഒന്ന് ലൈക്ക് ചെയ്യുക. പരമാവധി നിങ്ങളെ ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനലിന്റെ പേരിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നമ്പർ ഞാൻ മേലെ കൊടുക്കുന്നുണ്ട്. അതിൽ കൂടാൻ താല്പര്യമുള്ള ആളുകൾ, കൂടാൻ താല്പര്യമല്ല, പരമാവധി എല്ലാ ആളുകളും അതിൽ ജോയിൻ ചെയ്യണം. ഒരുപാട് അറിവുകൾ അതിലൂടെ അറിയിച്ചു തരുന്നുണ്ട്. നല്ല നല്ല അറിവുകൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ അനുഗ്രഹങ്ങളും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾ ഉണർത്തുന്നത്, ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചോദിക്കുന്നുണ്ട്, ഉസ്താദെ ജോലിക്കയറ്റം കിട്ടാൻ, അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിക്ക് നല്ല ഒരു ശമ്പളം കിട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതല്ലെങ്കിൽ ജോലിയുണ്ട് പക്ഷെ ശമ്പളമൊന്നും കിട്ടുന്നില്ല. ഇന്നൊരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു വീഡിയോയിൽ കമന്റ് കണ്ടതാണ്. ഗൾഫിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ആളുകൾ സാമ്പത്തികമായി പ്രയാസപ്പെട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇന്ന് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ പകർത്തുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സമ്പത്തും വർദ്ധിക്കും, ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം. അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഏത് സൂറത്താണ് ഓതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു പറയുവാനും കേൾക്കുവാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ജോലിയിൽ ബറക്കത്തുണ്ടാവാനും ഐശ്വര്യമുണ്ടാവാനും, അതുപോലെ തന്നെ ജോലിയിലെ വരുമാനം, അതുപോലെ ശമ്പളം വർദ്ധിക്കാൻ, അതുപോലെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒരുപാട് വരുമാനവും ലാഭവും പുരോഗതിയൊക്കെ കൈവരിച്ചെടുക്കാൻ നാം ചെയ്യേണ്ടത്, ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾക്കൊക്കെ ജീവിക്കണമെങ്കിൽ ആവശ്യമുള്ളതാണ് സമ്പത്ത്, അല്ലേ? ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ ഞാൻ ചെയ്യേണ്ടത്, പരിശുദ്ധ ഖുർആനിലെ 35-ാമത്തെ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് സൂറത്തുൽ ഫാത്തിർ. ചെറിയ സൂറത്താണ്. 45 ആയത്താണ് ആ സൂറത്തിലുള്ളത്. ഒരു 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റി വെക്കുകയാണെങ്കിൽ, ഈ സൂറത്ത് ഓതാൻ വേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രശ്നമൊക്കെ അല്ലാഹു തആല പരിഹരിക്കും. ഉറപ്പാണ്. ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് ഫലം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്, വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു നോക്കി. നല്ല വിശ്വാസത്തോടെ, ഇഖ്ലാസോടെ, ആത്മാർത്ഥതയോടെ, ഈമാനോടുകൂടെ നിങ്ങൾ ഇത് ചെയ്തിട്ട് ഫലം കിട്ടി നിങ്ങൾ പറഞ്ഞോളി.
ഉറപ്പായിട്ട് ഫലം ലഭിക്കും. ഫലം കിട്ടിയ അടിസ്ഥാനത്തിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നത്. 5 മിനിറ്റാണ് ഞാൻ ചെലവാക്കേണ്ടത്. ഇതാര് പറഞ്ഞതാ? മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ പ്രശസ്തമായ അദ്ദുറുൻ നദീം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, സൂറത്തുൽ ഫാത്തിഹ് ദിവസവും പാരായണം ചെയ്യുന്നവന് അവന്റെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും വരുമാന വർധനവും അല്ലാഹു തആല നേടിക്കൊടുക്കുമെന്നാണ്. എന്ത്? സൂറത്തുൽ ഫാത്തിഹ് ദിവസവും പതിവാക്കി ഓതുന്ന ആളുകൾക്ക് അവന്റെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്തും ഐശ്വര്യവും അവൻ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ അല്ലാഹു തആല ഒരുപാട് വർധനവ് അല്ലാഹു കൊടുക്കുമെന്നാണ്, അവന്റെ വരുമാനത്തിലേക്ക് വലിയ വർധനവ് കൊടുക്കുമെന്നാണ് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുപോലെ മറ്റൊരു നേട്ടം പറഞ്ഞത് ജോലിയുടെയും അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന വ്യാപാരത്തിലൂടെയും, ഏത് വ്യാപാരമാണോ അവൻ ചെയ്യുന്നത്, ഏത് ജോലിയാണോ ഏത് കച്ചവടമാണോ ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുണ്ടോ അതിലൊക്കെ നല്ല വരുമാനം ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ ദിവസവും സൂറത്തുൽ ഫാത്തിഹ് പതിവായി ഓതിക്കോട്ടെ എന്നാണ് മഹാനവർ പഠിപ്പിച്ചിട്ടുള്ളത്. ജോലിയിലും അതുപോലെ ചെയ്യുന്ന വ്യാപാരത്തിൽ ബിസിനസ്സിലൊക്കെ വലിയ വരുമാനം ആഗ്രഹിക്കുന്ന ആളുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ സൂറത്തുൽ ഫാത്തിഹ് പതിവാക്കിയാൽ മതി എന്നാണ് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ദുർറുൻ നദീം എന്ന കിതാബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രമല്ല ഇത് ഓതേണ്ടത് എപ്പോഴാ? ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചോദിക്കുന്നത് എപ്പോഴാണ് ഓതേണ്ടത്? സുബൈക്ക് ശേഷം നിങ്ങൾ കഴിയുമോ എങ്കിൽ സുബൈക്ക് ശേഷം ഓതുക. ഇനി മഗ്‌രിബിന് ശേഷമാണ് ഓതാൻ കഴിയുന്നതെങ്കിൽ മഗ്‌രിബിന് ശേഷം ഓതുക. ഇനി മഗ്‌രിബിന് ശേഷം സുബൈക്ക് ശേഷം നിങ്ങൾക്ക് ഓതാൻ കഴിയില്ല എന്ന് വെച്ചോ, എന്നാൽ നിങ്ങളെ കൊണ്ട് എപ്പോഴാണോ ഓതാൻ കഴിയുന്നത്, നിങ്ങൾക്ക് സമയം കിട്ടുന്നത് എപ്പോഴാണോ ആ സമയത്ത് ഈ സൂറത്ത് നിങ്ങൾ ദിവസവും പതിവായി ഓതിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടും. സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ തീരും. ചെയ്യുന്ന ജോലിയിൽ, വ്യാപാരത്തിൽ, ബിസിനസ്സിലൊക്കെ അല്ലാഹു തആല വലിയ ബറക്കത്ത് നമുക്ക് നൽകും, വലിയ ഐശ്വര്യം നൽകും, വരുമാനത്തിൽ വലിയ വർധനവ് അല്ലാഹു തആല നൽകും. ഉറപ്പാണ്. ഒരുപാട് ആളുകൾ പറഞ്ഞു കൊടുത്ത് ഫലം ലഭിച്ചതാണ് നിങ്ങൾക്ക് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആർക്കൊക്കെ ചെയ്യാം? ഭർത്താക്കന്മാരുടെ ജോലിയിൽ, ഭർത്താക്കന്മാർ ചെയ്യുന്ന ബിസിനസ്സിൽ വലിയ വർധനവുണ്ടാവാൻ, സമ്പത്ത് ലഭിക്കാൻ, ലാഭം ലഭിക്കാൻ, ബിസിനസ് വലിയ പുരോഗതിയിലെത്താൻ വേണ്ടിയിട്ട് ഭാര്യമാർക്കും ചെയ്യാം, അവിടെ മക്കൾക്കും ഇത് ചെയ്തു കൊടുക്കാം. അപ്പാക്കുമാർക്ക് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ വലിയ വിജയം ലഭിക്കാനും വലിയ വർധനവ് സമ്പത്ത് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് മക്കൾക്കും ഇത് ചെയ്യാം. ഇത് ചെയ്ത് ഈ പറഞ്ഞ രൂപത്തിൽ ഈ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതി പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി മനമുരുകി റബ്ബിനോട് ദുആ ചെയ്യുക. 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ദിവസേന നിങ്ങൾ ഓതി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. വെറും 5 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ ചെലവാക്കണ്ടു സൂറത്തുൽ ഫാത്തിഹ ഓതാൻ. സൂറത്തുൽ ഫാത്തിഹ ഓതുക, അതിനുശേഷം പടച്ച റബ്ബിനോട് നന്നായി ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും, സാമ്പത്തികമായ പ്രതിസന്ധികളൊക്കെ അല്ലാഹു തആല മാറ്റിത്തരും. ഞാൻ ചെയ്യുന്ന കച്ചവടത്തിൽ, വ്യാപാരത്തിൽ, ബിസിനസ്സിലൊക്കെ അള്ളാഹു വലിയ വരുമാനവും വരുമാനത്തിൽ തന്നെ വലിയ വർധനവും അള്ളാഹു തആല നൽകുമെന്നാണ് മഹാനായ ഇമാം യാഫി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ദുർറുൻ നദീം എന്ന കിതാബിലൂടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത്. എല്ലാ ആളുകൾക്കും ഇത് ചെയ്യാനും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. വരുമാനത്തിൽ അള്ളാഹു വലിയ വർധനവ് നൽകട്ടെ. കടങ്ങളൊക്കെ അള്ളാഹു തആല വീട്ടി റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. അറിവ് അള്ളാഹു തആല പറഞ്ഞതും കേട്ടതും ഒരു കബൂലിയത്തുള്ളതായി അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തആല ദൂരീകരിച്ചു തരട്ടെ. എല്ലാ ആളുകളും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഞാനും ദുആ ചെയ്യും. ബിഹഖി നബിയിന മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.